to find under the stars up in... ഹലോ, ചന്ദ്രാൻ ഫെമിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലിയത്ത് രാവിലെ വന്നപ്പം ഇനി ചാലിയത്തിൻ്റെ വൈകുന്നേരത്തെ വ്യൂവും കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നമ്മൾ വരുന്നുണ്ടെന്ന്. അതെ, ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് പോകുന്നത് ചാലിയത്തെ വൈകുന്നേരത്തെ ആ സായാഹ്നമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് അവിടുത്തെ സൺസെറ്റൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യവും നമ്മൾ പോകുന്നത് ബേപ്പൂർ വഴിയാണ്. ബേപ്പൂരിൽ നിന്ന് ജങ്കാർ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എത്തി നമ്മൾ നോക്കിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു. ലാസ്റ്റത്തെ 1-2 ജങ്കാറും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെന്ന് റിട്ടേൺ ടിക്കറ്റും കൂടി എടുത്തിട്ടാണ് നമ്മൾ ജങ്കാറിൽ കയറിയത്. പക്ഷേ പോകുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു റിട്ടേൺ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ജങ്കാർ സർവീസ് നിൽക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് ജങ്കാറിൽ കയറിയിട്ടാണ് ചാലിയത്തേക്ക് പോയിരിക്കുന്നത്. There's no one else I see. I know you'll follow me. I don't know how to take this. I don't wanna break this. We're living in the moment. We're living in the moment. Your head is on my shoulder. We're never getting older. Baby, it's you and I. എപ്പോഴും ജങ്കാറിൽ വരുന്ന സമയത്ത് ചന്തുവിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. വണ്ടികളൊക്കെ അവൻ പറയുന്നത് വണ്ടികൾ ബോട്ടിൽ കയറ്റി കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ചുറ്റും നോക്കും. നമ്മൾ ജങ്കാറിൽ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂവ് ചെയ്യുന്നത്, വണ്ടികൾ കാറും ബൈക്കൊക്കെ കയറ്റിയിടുന്നത്, അതിന് ഇറക്കുന്നത് ഒക്കെ അവനിങ്ങനെ ചുറ്റും നോക്കിക്കും. പിന്നെ അവൻ ആ ജങ്കാറിൻ്റെ ചെറിയൊരു സൈഡിലുള്ള ഹോളുണ്ട്, അതിൽ കൂടെ പുറത്തേക്ക് നോക്കുന്നത്, അത് മൂവ് ചെയ്യുമ്പം വെള്ളം പുറത്തേക്ക് ഇങ്ങനെ തള്ളുന്നത് ഒക്കെ കാണാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാണെങ്കിൽ ജങ്കാറിൽ പോകുന്ന സമയത്ത് തന്നെ ആ വൈകുന്നേരത്തിൻ്റെ ആ ഒരു ഭംഗിയും കടലിൻ്റെ ആ ഒരു മനോഹാരിതയൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരത്തെ കാഴ്ച കാണാൻ വരണം എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിക്കും അടിപൊളിയാണ്. അത് നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ ആകാശത്തിൻ്റെ കളറിലൊക്കെ ഒരു ചേഞ്ച് ഉണ്ടാവും. പിന്നെ വൈകുന്നേരം ആകുമ്പം കടലിനൊരു പ്രത്യേക ഭംഗിയാണ്. അടിപൊളിയൊരു ഫീലാണ് ശരിക്കും. ഇപ്പം തന്നെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ബേപ്പൂര് ചാലിയം ഭാഗത്തേക്കൊന്നും അടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കുകളാണ്. ഇപ്പോഴും ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, ചായയുടെയും അതുപോലെ തന്നെ അങ്ങനെ സ്നാക്സൊക്കെ ഉള്ള ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ ഒരുപാട് കടകളും അതിൻ്റെ മുഖമിനുക്കുന്ന പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇനിയിപ്പം ചാലിയം ബേപ്പൂർ ഫെസ്റ്റൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഒരുപാട് ഷോപ്പുകളും അതിൻ്റെ മുഖച്ഛായ തന്നെ മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സമയങ്ങളിൽ നമ്മൾ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇതാണ് അവസ്ഥ, തിരക്ക്. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിലും ചാലിയത്ത് നമുക്കറിയാം, ഇപ്പോൾ ജങ്കാറൊക്കെ ഇറങ്ങുന്ന അവിടെ നിന്ന് നമുക്ക് ചാലിയത്തിൻ്റെ ആ നടപ്പാതയിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നല്ല ദൂരമുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആക്ച്വലി വണ്ടി കൊണ്ട് പോകാൻ പറ്റും. എന്തെങ്കിലും ഫെസ്റ്റിവലൊക്കെ നടക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് വണ്ടി കുറേ മുന്നേ നമ്മൾ വെച്ചിട്ട് നടന്നു പോകേണ്ടി വരിക. അപ്പോൾ അല്ലാതെ നോർമൽ സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ടേക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ വൈകുന്നേര സമയത്ത് വന്നിട്ട് നമുക്ക് വണ്ടിയും കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ആൾക്കാർ തിങ്ങി പോവാണ്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ ഗ്യാപ്പ് ആക്കിയായിട്ട്, കാരണം അത്രയും ദൂരം നമ്മൾ നടക്കാമെന്ന് പറഞ്ഞാലും, കാരണം റോഡും പ്രോപ്പർ അല്ല, അത്യാവശ്യം നല്ല ഗട്ടറൊക്കെ ഉണ്ട്, പിന്നെ റോഡില്ലാത്ത അവസ്ഥയ്ക്കുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നടന്നു പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ശ്രമകരമാണ്. അതുകൊണ്ട് നമ്മൾ വണ്ടി കൊണ്ട് തന്നെയാണ് പോയത്. പക്ഷേ ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് നമുക്ക് വണ്ടി കൊണ്ടാണെങ്കിൽ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും കറക്റ്റ് സൺസെറ്റിൻ്റെ സമയമാണ്. ഒരു 10-15 മിനിറ്റ് മാത്രമേ ബാക്കിയുണ്ടായിരുന്നു. അപ്പം നമ്മൾ പെട്ടെന്ന് അവിടെ ഇറങ്ങി അത്യാവശ്യം കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് 2 ചായയൊക്കെ വാങ്ങിച്ച് അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. അപ്പോഴത്തേക്കും പിന്നെ കാലാവസ്ഥയൊക്കെ മാറി അങ്ങ് പിന്നെ ഇരുട്ട് വന്നു. പിന്നെ നമുക്കധികം ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടിയിട്ടുള്ള പറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ രാവിലെയുള്ള ഇവിടുത്തെ ഒരു വ്യൂവും വൈകുന്നേരത്തെ ഒരു വ്യൂവും നമുക്ക് തരുന്നത് 2 ഡിഫറെൻറ്റ് ഫീലാണ്, 2 ഡിഫറെൻറ്റ് അനുഭവമാണ്. അത് രണ്ടും നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം എന്ന് പറയണം.
അപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും, ആ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് പോകുന്നതും ആ സമയത്തുള്ള ആകാശത്തിൻ്റെ കളറും അതിങ്ങനെ കടലുമായിട്ട് ബ്ലെൻഡായി നിൽക്കുന്നതും ആ സമയത്ത് ഇങ്ങനെ ബോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ സ്പീഡിൽ ഇങ്ങനെ പോകുന്നതും ഒക്കെ നമുക്ക് തരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു. പിന്നെ കുറേ നേരം അങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് നേരം മുന്നോട്ട് നടക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്നൊന്ന് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വന്ന പോലെ എനിക്ക് തോന്നിയത്. രാവിലെ ആണെങ്കിലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവമാണ്. പക്ഷെ ഇതേപോലെ തന്നെ നമ്മളങ്ങ് ലയിച്ചു പോകും. ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷം അതാണ്. കുറച്ച് രാത്രിയായി പോയതുകൊണ്ട് പിന്നെ നമ്മൾ ഇരുട്ടായതുകൊണ്ട് അങ്ങ് എൻഡിലേക്കൊന്നും നമ്മൾ നടന്നു പോയില്ല. പിന്നെ വൈകുന്നേരം നമ്മൾ അങ്ങ് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ സൺസെറ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബീച്ചിൻ്റെ അതിലേക്കൊന്ന് ആ വാക്കിലേക്കൂടെ കുറച്ച് നേരം നടന്നിട്ട് പിന്നെ അത്യാവശ്യം നല്ല തിരക്ക്, പിന്നെയും തിരക്ക് കൂടി വരികയാണ്. ആൾക്കാരൊന്നും പോകുന്നില്ല. ആൾക്കാർ ആ സമയത്തും ഇങ്ങോട്ട് ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ മെല്ലെ അവിടുന്ന് പോരുവാനുണ്ടായത്. ചാലിയത്തിൻ്റെ വൈകുന്നേരമുള്ള ഈ ഒരു വ്യൂ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ വരണം. ഒരു കുറച്ച് നേരം ഇവിടെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യണം. ശരിക്കും നമ്മൾ വേറെ എന്തൊക്കെ നമുക്ക് ടെൻഷനും കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന കുറച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു അപാര സമയമാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയ്ക്ക് വാല്യൂ ആയിരിക്കും നമ്മുടെ ആ ടൈമിന് നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നിങ്ങൾ കാലിക്കറ്റ് ഭാഗത്തൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണ ഇവിടെ വരണം. പിന്നെ ഇനിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസംബർ മാസമൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാലിയം ബേപ്പൂർ ഫെസ്റ്റൊക്കെ വരുന്നുണ്ട്. ബേപ്പൂരാണെങ്കിലും ചാലിയത്താണെങ്കിലും അതിൻ്റെ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഡെവലപ്മെൻറ്റ് ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകളും അതിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള ലൈറ്റും അലങ്കാര പരിപാടികളൊക്കെ ആയിട്ട് കുറേ കമാനങ്ങളൊക്കെ ഒരുപാട് പരിപാടികൾ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഒരു ഫെസ്റ്റിൻ്റെ ഒക്കെ മുന്നോടിയായിട്ടായിരിക്കും. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഓപ്പൺ ആകും, മുഖച്ഛായ തന്നെ മാറും. അപ്പോൾ എല്ലാവരും ആ സമയത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ ഈവനിങ് ഇവിടെ വന്നിന്ന് കുറച്ച് നേരം ഇരിക്കണം. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അല്ലെങ്കിൽ നമ്മളിത് പറയുമ്പം അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടിയും ഭയങ്കരമായ ഒരു അനുഭവമാണ്. അല്ലെങ്കിൽ ആ ഭയങ്കര അടിപൊളി ഒരു ഫീല് തരുന്നൊരു കാര്യമാണ്. കോഴിക്കോട് നമ്മൾ പോയിട്ടുള്ളതിൽ വെച്ചിട്ട് ഇത്രയധികം നമുക്ക് വീണ്ടും വീണ്ടും പോകണം എന്ന് തോന്നിയ ഒരു സ്ഥലം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബേപ്പൂരാണെങ്കിൽ ആ എൻഡിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ കടലൊക്കെ നോക്കി നിൽക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ചാലിയത്താണെങ്കിലും ഭയങ്കര അടിപൊളി ഒരു ഫീലാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടുത്തെ പിന്നെ ഡെവലപ്മെൻറ്റും പരിപാടികളൊക്കെ പൂർത്തിയായിട്ട് നല്ല രീതിയിൽ അത് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമ്മൾ വീണ്ടും വരും. അതുപോലെ തന്നെ ഫെസ്റ്റിൻ്റെ ടൈമിലൊക്കെ നമ്മൾ വരും. അപ്പോൾ ചാലിയത്തു നിന്നുള്ള ബാക്കിയുള്ള വീഡിയോസൊക്കെ നമുക്ക് വീണ്ടും നമ്മുടെ ചാനലിൽ കാണാം. ഇപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.